സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എലമെൻറ്റുകളുടെ അഥവാ മൂലകങ്ങളുടെ വർഗീകരണ രീതികളും അതുപോലെ ആറ്റം മോഡലുകളും ആറ്റം മാതൃകകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്. ഗ്രൂപ്പ്, പീരീഡ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിൽ കടക്കുന്നതിലേക്ക് മുൻപ് നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിന് അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആറ്റം തന്നു, അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താണ് വഴി? നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഓർമ്മ കിട്ടാൻ വേണ്ടി നമ്മളൊന്നും കൂടെ പറയുകയാണ്. ഓക്കെ, അതിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും പ്രോട്ടോണുകളും അത്രയും ഇലക്ട്രോണുകളും ആറ്റത്തിലുണ്ടാവും നമുക്ക് അറിയാം. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് തന്നിരിക്കുന്നത്. അറ്റോമിക് നമ്പർ എന്താണെന്ന്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എൻ ആറ്റം, ഇറ്റ് ഗീവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം. ഓക്കെ, ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട് എന്ന് കാണിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയുണ്ടോ അത്രയും ഇലക്ട്രോണുകൾ ഏതിലുണ്ടാവും? ആറ്റത്തിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ 3 ആറ്റങ്ങളുടെ കാര്യങ്ങൾ അവിടെ പട്ടികപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ടേബിളാക്കി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റത്തിൽ ഓക്കെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? അവിടെ 12 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന്? 12 അല്ലേ? അപ്പോൾ ആറ്റത്തിൽ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഫ്ലോറിൻ, അതുപോലെ തന്നെ കാർബൺ എന്നീ ആറ്റങ്ങളുടെ കാര്യത്തിലും അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോറിനിൽ 9 ഇലക്ട്രോണുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചിട്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബണിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കാർബണിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എടുത്തു അല്ലേ? 6 എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. ക്ലിയർ അല്ലേ? നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. അപ്പം അതിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഇലക്ട്രോൺ വിന്യാസം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഗ്നീഷ്യം, ഫ്ലോറിൻ, കാർബൺ. ഓക്കെ, അപ്പം അതിലൊക്കെ ഓരോന്നിൻ്റെയും എന്താ പറയുക അറ്റോമിക് നമ്പറും അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം ആണ് തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 18 ഇലക്ട്രോണുകൾ വരും. അപ്പോൾ ആ ക്രമത്തിൽ ഉള്ള ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ ഉള്ള ഇലക്ട്രോണുകളെ പൂരണം ചെയ്ത് നമ്മൾ മുന്നേറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മഗ്നീഷ്യത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 12. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോണുകൾ കൊടുത്തിട്ടുണ്ട്? 2 ഇലക്ട്രോണുകൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി 12 ഇലക്ട്രോണിൽ ഇനി എത്രയുണ്ട്? നമുക്ക് 10 ഇലക്ട്രോണുകളുണ്ട്.
ശരിയല്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 8 എണ്ണേ ഉൾക്കൊള്ളൂ. എൻ്റെ കയ്യിൽ ബാക്കി 10 ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ഓർമ്മ വേണം അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ 2 കൊടുത്തു, രണ്ടാമത്തെ ഷെല്ലിലേക്ക് ഞാൻ 8 കൊടുത്തു, കാരണം അതിൽ 8 കൊള്ളുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി 10 8 എവിടെ കൊടുത്തു? ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഷെല്ലിൽ കൊടുത്തു. ഇനി ബാക്കി എൻ്റെ കയ്യിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ, അത് എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മൾ മൂന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ 2, 8, 2. അതിൽ നിന്ന് ഗ്രൂപ്പ് നമ്പറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നോക്കൂ. അവിടെ ഏറ്റവും പുറത്തെ ഷെല്ല് ഏതാ? മൂന്നാമത്തെ ഷെല്ലല്ലേ? അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നോക്കുക. 2 ഇലക്ട്രോണുകളേ ഉള്ളൂ അവിടെ, ശരിയല്ലേ? അപ്പൊ ആ 2 ഇലക്ട്രോണുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ആണ് എന്ത്? അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടാനുള്ള വഴി നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മളിതാ അടുത്ത എലമെന്റ് ഫ്ലൂറിൻ്റെ ഒന്ന് നോക്കുക. അവിടെ 9 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം 9 ആണ് അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് ബാക്കി വരുന്ന 7 ഇലക്ട്രോൺ. കാരണം രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ കൊള്ളും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ എത്രേ ഉള്ളൂ? 7 ഉള്ളൂ ബാക്കി. അപ്പൊ 2, 7. ഓക്കെ, ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. ബാഹ്യതമ ഷെല്ല് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെയാണ് അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അവിടെ 7. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2ൽ കൂടുതലാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതിന് വേണ്ടി 10 കൂട്ടണം. അപ്പൊ 7 കൂടെ 10 കൂട്ടി നോക്കും നിങ്ങള്. അപ്പൊ എത്ര കിട്ടി? 17. അപ്പൊ അതേതായിരിക്കും ഗ്രൂപ്പ്? 17ാം ഗ്രൂപ്പ് മൂലകായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2ലേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് കൂടി എത്ര കൂട്ടണം? 10 കൂട്ടണം. അപ്പൊ നമുക്ക് 7 + 10 17, 17ാമത്തെ ഗ്രൂപ്പായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കൂ. ഓക്കെ, പീരീഡ് നമ്പറിൽ മഗ്നീഷ്യത്തിന് 2, 8, 2. അവിടെ എത്ര ഷെല്ലുകൾ ഉണ്ട് നോക്കുക. ഓക്കെ, അവിടെ എത്ര ഷെല്ലുകൾ ഉണ്ട്? നമുക്ക് 3 ഷെല്ലുകളാണത്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലില് വീണ്ടും 2 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ 3 ഷെല്ലുകൾ ഉണ്ട്. പീരീഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ആ ടേബിളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് 2 എന്നാണ്. നിങ്ങളൊന്നത് കറക്റ്റ് ചെയ്തൊന്ന് വായിക്കുക കേട്ടോ, പ്രിന്റിങ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പീരീഡ് നമ്പർ 2 അല്ല, അത് 3 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് തിരുത്തി നിങ്ങൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ അടുത്തത് കാർബൺ. അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. കാർബണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. 2 ബാക്കി എത്ര ഉണ്ട്? 4. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 4. സോ അതിൻ്റെ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ എത്ര ഷെല്ലുണ്ട് നോക്കൂ. അവിടെ 2 ഷെല്ലാണ് ഉള്ളത്. ആദ്യത്തേൽ 2ഉം പിന്നത്തേൽ 4ഉമാണ് ഉള്ളത്. അപ്പോൾ അവിടെ പീരീഡ് എത്രയായിരിക്കും? 2. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കൂ. അവിടെ 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അതിൻ്റെ കൂടെ 10 കൂട്ടുക. കാരണം എന്താ? 2ൽ കൂടുതലല്ലേ 4. അപ്പോൾ 10 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 14. 14ാമത്തെ ഗ്രൂപ്പായിരിക്കും. ക്ലിയർ? അവസാനത്തെ എക്സാമ്പിൾ സൾഫറാണ്. 16 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 16 ഇലക്ട്രോൺ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ബാക്കി നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ കഴിഞ്ഞ വർഷം ചെയ്താണ്, എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ബോർ മോഡലിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ? ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ. ദെൻ ഒരു സർക്കുലാർ പാത്തിൽ, ഒരു വൃത്താകൃതിയിലുള്ള ഒരു പാതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ പാതകൾക്കാണ് എന്ത് പറയുക? നമ്മൾ ഓർബിറ്റ്, ഷെല്ല് എന്നൊക്കെ പറയുക. ആ ഷെല്ലുകൾ എന്ത് പേര് കൊടുത്തിട്ടുണ്ട്? K, L, M, N, etc. അതായത് K ഷെല്ല് ഒന്നാമത്തെ ഷെല്ല്, L ഷെല്ല് രണ്ടാമത്തെ ഷെല്ല്, M ഷെല്ല് മൂന്നാമത്തെ, N നാലാമത്തെ. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതിലൊരു എലമെന്റ് തന്നിട്ടുണ്ട് അല്ലേ?
an element with group number 17 and period number 3, find the electron configuration and atomic number. അതായത് ഒരു മൂലകത്തിന്റെ പീരീഡ് 3-ഉം അതിന്റെ ഗ്രൂപ്പ് നമ്പർ 17-ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസവും ഇലക്ട്രോൺ കോൺഫിഗറേഷനും അതുപോലെ തന്നെ അറ്റോമിക നമ്പറും കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ് നമുക്ക് ചോദ്യം അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആ മൂലകത്തിന്റെ ഗ്രൂപ്പും പീരീഡും തന്നിട്ട് മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസവും അതുപോലെ തന്നെ അറ്റോമിക നമ്പറും കണ്ടെത്താനായിട്ട് പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതില് എത്ര ഇലക്ട്രോണുകൾ ബാഹ്യതമ ഷെല്ലിൽ ഉണ്ടാവും അല്ലേ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന് ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലേ? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ 10 കൂട്ടി. ഏത്? 2-ലും കൂടുതലാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താ? ഗ്രൂപ്പ് നമ്പർ 17ആണ്. അപ്പൊ തിരിച്ചൊന്ന് ചിന്ത നോക്കുക. അവിടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 17 ഇലക്ട്രോൺ ഉണ്ടാവോ? ഇല്ല അല്ലേ? കാരണം എന്താ? 10 നമ്മൾ കൂട്ടിയതാണ്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി ആ 17-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 10 ഇങ്ങോട്ട് കുറച്ചു. കാരണം നമ്മൾ ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ എന്ത് കൂടെ കൂട്ടുന്നുണ്ട്? 10 കൂട്ടുന്നുണ്ട്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ തന്നു, ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ കൂട്ടിയ 10 ഇങ്ങോട്ട് കുറയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ 17-ൽ നിന്ന് 10 കുറച്ച് നോക്കി എത്ര കിട്ടും നമുക്ക് അവിടെ? ഓക്കെ, 7. അപ്പൊ 7 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലില്. അപ്പൊ ഏറ്റവും പുറത്തെ ഷെല്ലില് ഞാൻ 7 എഴുതി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഉള്ളിലുള്ള ഷെല്ലുകൾ എനിക്ക് അറിയില്ല കേട്ടോ. ഇനി നമുക്ക് എത്ര ഷെല്ലുള്ളിലുണ്ട് എന്ന് അറിയില്ല. അതിനാണ് അവിടെ എന്ത് തന്നിരിക്കുന്നത്? പീരീഡ് നമ്പർ തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര ഷെല്ലുകളുണ്ടോ അത്രയും പീരീഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നേരെ തിരിച്ച് പറയാം. എത്രയാണോ പീരീഡ് തന്നിരിക്കുന്നത് അത്രയും ഷെല്ലുണ്ട് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇവിടെ എത്ര പീരീഡ് തന്നിരിക്കുന്നത്? 3ാമത്തെ പീരീഡ്. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ. അപ്പൊ 3 പീരീഡുകളാണുള്ളത്. അതിൽ ഏറ്റവും അവസാനം ഇലക്ട്രോണുകളുടെ എണ്ണം 7ആണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഫസ്റ്റ്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. എങ്ങനെ കണ്ടുപിടിച്ചു? 17 - 10 = 7. രണ്ടാമതായിട്ട് എന്താ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഹൗ ദ നമ്പർ ഓഫ് ഷെൽസ് ആണ്. എത്ര ഷെല്ലുകളുണ്ട്? പീരീഡ് നമ്പർ നോക്കുക. 3 ഷെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നീട് എഴുതി വരിക. ഏറ്റവും പുറത്ത് 7 എഴുതി. ഇതിനുള്ളിൽ എത്ര ഷെല്ലുകൾ വേണം? 2 ഷെല്ല് ബാക്കി വേണ്ടു. കാരണം 3ാമത്തെ ഷെല്ലാണല്ലോ ബാഹ്യതമ ഷെല്ല്. അതിലാണല്ലോ 7 ഇലക്ട്രോൺ വന്നിരിക്കണേ. സോ 7. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്ത് വരും? 2ാമത്തെ ഷെല്ലും 1ാമത്തെ ഷെല്ലും. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 2, 8, 7. ഇനി ഏറ്റവും നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളാണ്. എങ്ങനെയാണ്? 2ഉം 8ഉം 7ഉം കൂടി കൂട്ടുക. എത്രയായി? 17. 17 ആയിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ക്ലോണാണെന്ന് കാണാം. അതർവൈസ് നമ്മൾ പറയുക അറ്റോമിക് നമ്പർ എത്രയാണ്? 17ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് പുതിയ ആറ്റം മോഡലാണ്. നമുക്ക് പഠിക്കാനുള്ള മോഡലാണ് ഏത് ആറ്റം മോഡൽ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതൊക്കെ ജസ്റ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമുക്കത് പിന്നീടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. ഓക്കെ, നമുക്ക് മോഡേൺ അറ്റോമിക് മോഡലാണ്. പുതിയ ആറ്റത്തിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇലക്ട്രോൺ ബോർ മോഡലിൽ എന്താ പറഞ്ഞത്? ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ ഷെല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ട്. ആ ഷെല്ലുകളെയാണ് നമ്മൾ എനർജി ലെവൽ, ഊർജ നിലകൾ എന്ന് നമ്മൾ പറയുക. എന്താ പറയുക നമ്മളിവിടെ? ഊർജ നിലകൾ. അതിന് എന്താ പേര് കൊടുത്തിരുന്നത്? KLMN അല്ലേ? അതിനാണ് നമ്മൾ ഷെല്ല് എന്ന് വിളിക്കുന്നത് അല്ലേ? ഷെൽസ്, KLMN എക്സെട്ര. പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ആറ്റം മാതൃക അനുസരിച്ച് ഈ ഷെല്ലുകളിൽ സബ് ഷെല്ലുകളും കൂടി ഉണ്ട്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയണേ കേട്ടോ. ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തും കൂടി ഉണ്ട്? സബ് ഷെല്ലുകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു കൺസെപ്റ്റ് അവിടെ വരികയാണ്. എന്ത്? സബ് ഷെൽ. അപ്പോൾ നമ്മൾ ബോർ മോഡലിൽ പറഞ്ഞു
ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാതേനെയാണ് ഷെല്ല് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഊർജ നിലകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഷെല്ല് എന്ന് പറഞ്ഞത്. ഇതുപോലെ ഈ ഷെല്ലുകൾക്കകത്ത് ഉപ ഊർജ നിലകളുണ്ട്, അല്ലെങ്കിൽ സബ് എനർജി ലെവലുകൾ അവിടെ. ഈ സബ് എനർജി ലെവലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്? സബ് ഷെൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പുതിയ ആറ്റം മാതൃക അനുസരിച്ച് ഷെല്ലുകൾക്കുള്ളിൽ എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. ഊർജ നിലകളിൽ എന്തുണ്ട്? ഉപ ഊർജ നിലകളുണ്ട്. ക്ലിയർ? അപ്പോൾ ഷെല്ലുകളെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് KLMN എന്നാണ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ സബ് ഷെല്ലുകളെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു? സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടുള്ള SPDF. ഓക്കെ, അപ്പോൾ ഷെല്ലുകളെ KLMN അങ്ങനെയാണെങ്കിൽ ഇവിടെ SPDF. ഇനി ഉണ്ട് അവിടെ SPDF. അത് കഴിഞ്ഞ ആൽഫബറ്റിക് ഓർഡർ ആണ്. GH അങ്ങനെ പോകും. നമുക്ക് ഇതേവരെ GO H അവിടെ നമ്മളുള്ളത് ആവശ്യം വന്നിട്ടില്ല. F വരെയുള്ളത് മാത്രമേ ആവശ്യം വന്നുള്ളൂ. ഈ എസിന്റെ PDF അതിൻ്റെ ഒറിജിൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കത് അധിക വായനയ്ക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. എസിനെ ഷാർപ്പ്, P പ്രിൻസിപ്പൽ, Dനെ ഡിഫ്യൂസ്, Fനെ നമ്മൾ ഫണ്ടമെന്റൽ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ അധിക വായനയ്ക്കായിട്ട് വിട്ടിരിക്കുന്നു. നമ്മൾ അധികം ഇവിടെ അറിയേണ്ടതില്ല. അപ്പോൾ ഷെല്ലുകളിൽ എന്തുണ്ട്? ഉപഊർജ നിലകളുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. നമ്മൾ സ്കൂളിൽ അല്ലേ പല ക്ലാസ്സുകളുണ്ട്. 1ാം ക്ലാസ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത്, അങ്ങനെ 10th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്റ്റാൻഡേർഡുകൾ എത്ര ഉണ്ടെന്ന് ഓരോ സ്കൂളിനനുസരിച്ചിരിക്കും. എന്നാലും നമ്മൾ പറയുകയാണ് 1ാമത്തെ ക്ലാസ്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സുകാർ, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓക്കെ, നമ്മൾ 1ാം ക്ലാസ് എടുക്കുമ്പോൾ ചില സ്കൂളുകളിൽ എന്തുണ്ടാവും? 1A, 1B അല്ലെ, A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ 2ാം ക്ലാസ്സിൽ വരുമ്പോൾ 2A, 2B, 2C അങ്ങനെ. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡിലും വീണ്ടും ഡിവിഷനുകൾ വരുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെയാണ് ഷെല്ലുകളിൽ എന്ത് വരണേ? സബ് ഷെല്ലുകൾ വരണേ. അപ്പോൾ സബ് ഷെല്ലുകൾ കൂട്ടി വെക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് വരിക? ഷെല്ല് ക്രിയേറ്റഡ് ആവണേ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സബ് ഷെല്ലുകൾ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് വരിക? ഷെല്ല് അവിടെ ഉണ്ടാവുന്നത്. ക്ലിയർ? അതായത് ഇപ്പോൾ നമ്മൾ പറയാം 1ാം ക്ലാസ്സിൽ 1A, 1B, 1C, 1D 4 ഡിവിഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 4 ഡിവിഷൻ ഒരുമിച്ച് വയ്ക്കുമ്പോഴേ, അല്ലെങ്കിൽ 4 ഡിവിഷനും പൂർണ്ണമായിട്ടും എടുത്തിട്ടാണ് നമ്മളതിന് 1ാം ക്ലാസ്സുകാർ എന്ന് പറയുക, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അല്ലാതെ 1A മാത്രം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയില്ലല്ലോ അല്ലേ? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പറയാം. അപ്പോൾ ഷെല്ലുകൾ മൊത്തം ഉൾക്കൊണ്ട് വരുമ്പോഴാണ്, സബ് ഷെല്ലുകൾ മൊത്തം ഉൾക്കൊണ്ട് വരുമ്പോഴാണ് അതെന്താവുള്ളൂ? ഷെല്ലാവുള്ളൂ. ആ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ 1ാമത്തെ നില, 2ാമത്തെ നില, 3ാമത്തെ നില അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കേട്ടോ. ഇതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ഷെല്ലുകളുടെ ഇടയിൽ എന്തുണ്ട്? സബ് ഷെല്ലുകൾ അവിടെ ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ സബ് ഷെല്ലുകളെ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്? SPDF, GH അങ്ങനെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് F വരെ മാത്രം നമുക്ക് മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ഷെല്ലുകളിലും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, അപ്പോൾ 1ാമത്തെ ഷെല്ലിൽ എത്ര ഷെല്ലുകളുണ്ട്, സബ് ഷെല്ലുകളുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് വളരെ എളുപ്പമാണ്. ഷെല്ലും സബ് ഷെല്ലും എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കോൺക്രീറ്റ് ആയെങ്കിൽ, സ്ഥിരമായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സബ് ഷെല്ലുകളിൽ ഓരോ ഷെല്ലിലും എത്ര സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് അറിയാനാണ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഒരു ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ടെന്ന് കാണാൻ ആ ഷെല്ലിൻ്റെ എണ്ണം നോക്കിയാണ്. 1ാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ. 2ാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ.
മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല്. ഓക്കെ, ഇത് നമ്മുടെ സ്കൂളിലെ ഡിവിഷനായിട്ട് ചിലപ്പോൾ മാച്ച് ചെയ്യണമെന്നില്ല. 1-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അല്ലേ. ഇത് 2-ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ, 3-ാം ക്ലാസ്സിൽ 3 ഡിവിഷൻ, 4-ാം ക്ലാസ്സിൽ 4 ഡിവിഷൻ. ഓക്കെ, ക്ലിയർ. അങ്ങനെ നമുക്ക് സ്കൂളിൽ അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ അതിനൊരു നിയമം വെക്കുകയാണ്, കൃത്യമായിട്ട് റൂള് കൊടുക്കുകയാണ്. 1-ാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാവും? 1 സബ് ഷെല്ല് ഉണ്ടാവും. ഓക്കെ, 2-ാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 2 സബ് ഷെല്ല് ഉണ്ടാവും. 3-ാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, 4-ാമത്തേല് 4 സബ് ഷെല്ല്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല് ഉണ്ട് നമ്മൾ പറഞ്ഞു? 1 സബ് ഷെല്ല്. അതിന് വേറെ കാര്യങ്ങൾ ചിന്തിക്കാട്ടോ നമുക്ക്. 1-ാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് 1-ാമത്തെ സബ് ഷെല്ല് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, 1-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ ഉള്ളൂ വിചാരിക്കും. അപ്പോൾ 1-ാമത്തെ ക്ലാസ്സിൽ ഒരു ഡിവിഷൻ 1 മാത്രമല്ല വെച്ചാൽ ഇത് 1 എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ നിർബന്ധമില്ല, 1-ാം ക്ലാസ് പറഞ്ഞാൽ മതി, കാരണം വേറെ ഡിവിഷനുകളൊന്നും ഇല്ലല്ലോ നമുക്ക്. അതുപോലെ തന്നെ 1-ാമത്തെ ഷെല്ലിൽ 1 സബ് ഷെല്ലുള്ളൂ എങ്കിൽ ഓക്കെ, അതേതായിരിക്കും? ആദ്യത്തെ സബ് ഷെല്ല് എസ്. അപ്പോൾ 1-ാമത്തെ ഷെല്ല് ഏത് സബ് ഷെല്ല് ഉണ്ടെന്ന് നോക്കി നോക്കിയേ, എസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചില്ലേ? ആ ടേബിളിൽ നോക്കിയേ, 1-ാമത്തെ ഷെല്ലിൽ 1 സബ് ഷെല്ല് എസ്. ക്ലിയർ. ഇനി 2-ാമത്തെ സബ് ഷെല്ലിൽ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 2 സബ് ഷെല്ല്. സോ എസ് ഉണ്ടാവും, പി ഉണ്ടാവും. അപ്പൊ എസ് പി ഡി എഫിലെ എസും പിയും ആണ് എവിടെയുള്ളത്? നമ്മുടെ 2-ാമത്തെ ഷെല്ലിലുള്ളത്. ക്ലിയർ ആവണം, നന്നായിട്ട് ആലോചിക്കണം. കിട്ടല്ലോ? 1-ാമത്തെ ഷെല്ലില് 1 സബ് ഷെല്ല്, അത് എസ് ആണ്. ക്ലിയർ. 2-ാമത്തെ ഷെല്ലില് എസും പിയും, കാരണം അവിടെ 2 സബ് ഷെല്ല് ഉണ്ടാവും. 3-ാമത്തെ ഷെല്ലിൽ അപ്പൊ എത്ര സബ് ഷെല്ല് ഉണ്ടാവും എന്ന് പറഞ്ഞു നോക്കി നിങ്ങള്. എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? എസും പിയും ഡി. ക്ലിയർ അല്ലേ? 3-ാമത്തെ ഷെല്ലില് 3 സബ് ഷെല്ലുകൾ ഉണ്ടാവും. 1 എസ്, 2 പി, 3-ാമത്തെ ഡി. 4-ാമത്തെ നിങ്ങൾക്ക് ഓൾറെഡി ഇനി പറയാവുന്നതേ ഉള്ളൂ. എത്ര ഉണ്ടാവും സബ് ഷെല്ല്? 4 സബ് ഷെല്ല്. ഏതൊക്കെയായിരിക്കും അത്? എസ്, പി, ഡി, എഫ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരിക നിങ്ങൾക്ക്. 5-ാമത്തെ ഷെല്ലാണെങ്കിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടാവും? നമുക്കറിയാവുന്നേ ഉള്ളൂ. എത്ര ഉണ്ടാവും? 5 ഏതൊക്കെയായിരിക്കാം? എസ് ഉണ്ടാവാം, പി, ഡി, എഫ്. അടുത്ത ഏതാ പറഞ്ഞ നമ്മൾ ഓർമ്മയുണ്ടോ? ജി. ഓക്കെ, എസ്, പി, ഡി, എഫ്, ജി. ഇതുപോലെ നിങ്ങൾക്ക് 10-ാമത്തെ 20-ാമത്തെ ഷെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ളൂ. അത് വെച്ച് തന്നെ എല്ലാ മൂലകങ്ങളുടെയും എല്ലാ എലമെന്റുകളുടെയും ഇലക്ട്രോൺ അല്ലെങ്കിൽ സ്വഭാവങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ ജി തൊട്ടുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ നമ്പർ ഓഫ് സബ് ഷെൽസ് ഇൻ ഈച്ച് എനർജി ലെവൽ ഓർ ഷെൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഷെൽ നമ്പർ. ക്ലിയർ? ആ ടേബിൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കും. ഇനി അവരുടെ നെയിമിങ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, 1-ാമത്തെ ഷെല്ലിൽ ഏതുണ്ട്? എസ് ഉണ്ട്. 2-ാമത്തെ ഷെല്ലിലോ എസും പിയും ഉണ്ട്. 3-ാമത്തെ ഷെല്ലിലോ എസും പിയും ഡിയും ഉണ്ട്. 4-ാമത്തേൽ എസും പിയും ഡിയും എഫ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇതിപ്പോൾ 1-ാമത്തെ ഷെല്ലിലെ എസിനും 4-ാമത്തെ ഷെല്ലിലെ എസിനും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വെറുതെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഓ ഇല്ല. കാരണം ഞാൻ പറയാണ്, എസ് ഷെല്ലില് എസ് സബ് ഷെല്ലിൽ ഇത്ര ഇലക്ട്രോൺ കൊണ്ടു. അപ്പോൾ വേറെ അടുത്ത് വന്ന് ചോദിക്കാം, പക്ഷെ ഇത് ഏത് ഷെല്ലിലെ സബ് ഷെല്ലിലാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറ്റില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഷെല്ലിലും സബ് ഷെല്ലിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പൊ അതാണ് നമ്മൾ അടുത്തേക്ക് പോണത്. ക്ലിയർ? അതെങ്ങനെയാ ഷെല്ല് സബ് ഷെല്ലിനെ തിരിച്ചറിയുന്നത് നോക്കി അവർ എഴുതുന്നത് നോക്കിയേ. സബ് ഷെൽസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് റൈറ്റിംഗ് ഇറ്റ്സ് ഷെൽ നമ്പർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ആ സബ് ഷെല്ലിന്റെ എസ് സബ് ഷെല്ലാണെങ്കിൽ അതിന്റെ ഇടതുവശത്ത് അതിന്റെ ഷെൽ നമ്പറും കൂടെ നമ്മൾ എഴുതണം. ക്ലിയർ? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, 4-ാമത്തെ ഷെല്ലില് പി സബ് ഷെല്ലുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടനുസരിച്ചിട്ട് 4-ാമത്തെ ഷെല്ലില് പി സബ് ഷെല്ല് ഉണ്ടല്ലോ. അതിൽ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? 4 ആദ്യം എഴുതിയിട്ട് പി 2-ാമത്തെ ഉണ്ട്. അപ്പൊ 4P എന്ന് വായിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് 4-ാമത്തെ ഷെല്ലിലെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കാം. ഇനി പി എന്ന് പറഞ്ഞാലോ 4-ാമത്തെ ഷെല്ലിലെ പീലയാണ് ഈ സബ് ഷെല്ലിൽ ഇരിക്കുന്നത്.
ക്ലിയർ ആയോ? അപ്പോൾ ഓരോ സബ്ഷെല്ലിന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെല്ലിന്റെ ആ പേരിന്റെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചേർക്കണം? അവിടെ ഷെല്ലിന്റെ നമ്പറും കൂടെ ചേർക്കണം. അപ്പോ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിനെ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കണമെങ്കിൽ എഴുതണം 1S. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എടുത്തിരിക്കുന്ന ആള് എസ് ആണ് സബ്ഷെല്ല്. ക്ലിയർ? അത് ഏത് ഷെല്ലിലെയാണ്? ഒന്നാമത്തെ ഷെല്ലിലെയാണ്. അപ്പൊ 1S. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടേബിളില് മൂന്നാമത്തെ ഷെല്ലില് ഡി സബ്ഷെല്ലിന് നമ്മൾ എങ്ങനെ എഴുതണം? ഡി ആണ് സബ്ഷെല്ല് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേത് ഷെല്ലിലെയാണ്? മൂന്നാമത്തെ ഷെല്ലിലെയാണ്. അപ്പൊ ഡിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തൊട്ട് ഇടതുവശത്തായിട്ട് 3 ഇടണം. അപ്പൊ എന്തെന്ന് വായിക്കണം? നമ്മള് 3D വായിക്കണം. ക്ലിയർ അല്ലേ? സോ മൂന്നാമത്തെ 3D സബ്ഷെൽ 3D എന്ന് വായിക്കണം. ക്ലിയർ? അപ്പൊ അതുപോലെ നമുക്ക് അപ്പുറത്ത് എക്സാമ്പിൾ ആയിട്ട് എസ് സബ്ഷെൽ ഇൻ ദ കെ ഷെൽ, ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിന് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം? 1S എന്ന് നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. ക്ലിയർ ആയോ? 1 ഷെല്ലിന്റെ നമ്പറിന്റെയും എസ് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു എസ് ഉള്ളൂ നല്ല അർത്ഥം ഇതിന്റെ കേട്ടോ. ഒരു എസ് ഉള്ളൂ നല്ല ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഒന്നാമത്തെ ഷെല്ലില് എസ് സബ്ഷെല്ലാണത് എന്നാണ് വായിക്കുന്നത്. അപ്പൊ 1S എന്ന് പറയുന്നത് ആരെയാണ്? നമ്മള് ആക്ച്വലി എസ് സബ്ഷെല്ലിനെയാണ്. അത് എവിടത്തെയാണെന്ന് കാണിക്കാനാണ് അതിന്റെ ഫ്രണ്ടില് 1 ഇടുന്നത്. അപ്പൊ 2P എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2B ഉണ്ടെന്നാണോ അവിടെ? അല്ല, ഒരിക്കലും അങ്ങനെ വായിക്കരുത്. നമ്മൾ ചിന്തിക്കരുത്. എങ്ങനെ ചിന്തിക്കണം? അത് രണ്ടാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. 4F എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ എഫ് സബ്ഷെല്ലാണ്. അല്ലാതെ 4F സബ്ഷെൽ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എങ്ങനെയാണ്? നാലാമത്തെ ഷെല്ലില് എഫ് സബ്ഷെല്ലാണത്, അല്ലെങ്കിൽ നാലാമത്തെ ഷെല്ലിലെ എഫ് സബ്ഷെല്ലാണ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ? അതുപോലെ നമുക്ക് വേണമെങ്കിൽ നാലാമത്തെ ഷെല്ലിലെ പീനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു? 4P. അപ്പൊ ടേബിൾ നോക്കൂ. കെ ഷെല്ലില് ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ്ഷെല്ലേ ഉള്ളൂ എന്ന് നമുക്കറിയാം. കാരണം എന്താ? ഷെല്ലിൽ എത്ര ഉണ്ടോ? ഷെൽ നമ്പർ എത്രയാണോ അത്രയാണ് ഇത് സബ്ഷെൽ ഉണ്ടാവുന്നത്. അപ്പൊ എസ് 1S 2S. ഓക്കെ. 2P എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ പി ആണ്. 3S എന്ന് പറഞ്ഞാലോ മൂന്നാമത്തെ ഷെല്ലിലെ എസ് ആണ്. 3P എന്ന് പറഞ്ഞാലോ മൂന്നാമത്തെ ഷെല്ലിലെ പി ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ 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 നമുക്ക് ഓരോ സബ്ഷെല്ലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിനെ പ്രതിനിധീകരിക്കാനായിട്ട് ചിത്രീകരിക്കാനായിട്ട് നമുക്ക് അതിനെ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. നമ്മൾ ഈ സാധാരണ പറയുന്ന പോലെ സ്കൂളിലെ കഥ തന്നെയാണോ? എന്താ 1A എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ സ്റ്റാൻഡേർഡിലെ എ ഡിവിഷൻ. ഓക്കെ. 10C എന്ന് പറഞ്ഞാൽ എന്താ? 10ാം ക്ലാസ്സിലെ 10th സ്റ്റാൻഡേർഡിലെ സി ഡിവിഷൻ. അത്രയേ ഉള്ളൂ. അപ്പൊ 1S എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ. ഓക്കെ. 4D എന്ന് പറഞ്ഞാലോ നാലാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെൽ. ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ. അധികം വലിയ കാർഡ് കയറി ചിന്തിക്കാനായിട്ടൊന്നുമില്ല അതിന്. ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക, പീരീഡ് നമ്പർ കണ്ടുപിടിക്കുക, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക, ഇതിലപ്പുറം വിന്യാസങ്ങൾ കണ്ടുപിടിക്കുക. ഇതൊക്കെ നിങ്ങൾ 9th ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഒന്ന് എന്താണ് ഷെല്ല് അല്ലേ? അത് ഊർജ നിലകളാണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഊർജ നിലകൾ. എന്താണ് സബ്ഷെല്ല്? ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകൾ, സബ് എനർജി ലെവലുകളെയാണ് സബ്ഷെല്ല് എന്ന് പറയുക. ഷെല്ലുകളെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് KLMN എന്ന് സൂചിപ്പിക്കുമ്പോൾ സബ്ഷെല്ലുകളെ സ്മോൾ ലെറ്ററിലെ SPDF എന്ന് സൂചിപ്പിക്കുന്നു. ക്ലിയർ? ഓരോ ഷെല്ലിലും ആ ഷെൽ നമ്പറിന് അത്രയും എണ്ണം എന്തുണ്ടായിരിക്കും? സബ്ഷെൽ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഷെല്ലിൽ ഒരെണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെൽ, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെൽ, നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെൽ. ഇനി ഓരോ സബ്ഷെല്ലിനെയും നമ്മൾ ചിത്രീകരിക്കാനുള്ള ഡെസിഗ്നേഷനാണ്. അതിന്റെ ഷെൽ നമ്പർ കൂടി കൂട്ടി പറയുക. 10ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിനെ നമ്മൾ എന്ത് പറയണം? 10S എന്ന് പറയണം.
അഞ്ചാമത്തെ ഷെല്ലിലെ ഡീനെ നമ്മൾ എന്ത് പറയണം? ഫൈബർ ഡി എന്ന് പറയണം. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ. ഇനി വേറെ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. 2D എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. എന്നാലോചിച്ച് നോക്കുക. 2D രണ്ടാമത്തെ ഷെല്ലില് ഡി സബ്ഷെൽ ഉണ്ടാവും. അത് ഇല്ല. കാരണം എന്താ? രണ്ടാമത്തെ ഷെല്ലിൽ ആകെ 2 സബ്ഷെല്ലേ ഉള്ളൂ. അതേതാ? എസും ബി ആണ്. ശരിയല്ലേ? രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെല്ലേ ഉള്ളൂ. അതേതാണ്? എസും പി ആണ്. പിന്നെ എങ്ങനെ അവിടെ ഡി ഉണ്ടാവുക? അപ്പൊ 2D എന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എക്സാമിനൊക്കെ ചോദ്യങ്ങൾ അങ്ങനെ വരാം. ഓക്കെ. ഇതിൽ തെറ്റായിട്ടുള്ള റെപ്രസെന്റേഷൻ ഏത് എന്നൊക്കെ ചോദിക്കാം അല്ലേ? അപ്പൊ 2D. അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളത് പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. ഓക്കെ. നമ്മൾ അതിനാണ് ആ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. വേറെ അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് സബ്ഷെൽ ഈസ് കോമൺ അമംഗ് ഓൾ ഷെൽ? എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ ഏതാണ്? ജസ്റ്റ് ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഷെല്ലിലുള്ള സബ്ഷെൽ ഏതാണ്? പറയും. എല്ലാ ഒന്നാമത്തെ ഷെല്ലിലോ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും എല്ലാത്തിലുള്ള സബ്ഷെൽ നോക്കിയാൽ നിങ്ങൾ ഏതാണ്? എസ് അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ എസ് ആണ്. നെയിം ദ സബ്ഷെൽ നോട്ട് ഇൻ ഫസ്റ്റ് ഷെൽ ആൻഡ് പ്രസന്റ് ഇൻ സെക്കൻഡ് ഷെൽ. ഒന്നാമത്തെ ഷെല്ലിൽ ഇല്ലാത്തതും രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ളതുമായിട്ടുള്ള സബ്ഷെൽ ഏതാണ്? ടേബിൾ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലേ? ഒന്നാമത്തെ ഷെല്ലിൽ ഇല്ലാത്തതും രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ളതുമായിട്ടുള്ള സബ്ഷെൽ ഏതാണ്? പി ആണ്. ക്ലിയർ അല്ലേ? 2P 1P എന്ന് പറയരുത്. സബ്ഷെൽ ഏതാണ്? എസും പി ആണ്. നമ്മളത് ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2, 1 ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഷെല്ലിൽ ഇല്ലാത്തതും രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ളതുമായിട്ടുള്ള സബ്ഷെൽ ഏതാണ്? പി ആണ്. ഓക്കെ. Then what are the subshells present in the fourth shell? Name them. ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന നാലാമത്തെ ഷെല്ലിൽ ഏതൊക്കെ എത്ര സബ്ഷെൽ ഉണ്ടാവും? 4. അത് ഏതൊക്കെയായിരിക്കും? എസ്, പി, ഡി, എഫ്. കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4S എന്ന് പറയാം, 4P, 4D, 4. ക്ലിയർ? ഇനി in 2D is possible. നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതാണ് അല്ലേ? എല്ലാം നമുക്കറിയാം. കാരണം എന്താ? അതിൻ്റെ ആൻസർ എങ്ങനെ പറയാം? നിങ്ങളോട് ചോദിക്കുകയാണ് 2D ഉണ്ടാവോ? എന്തുകൊണ്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ട് ചോദിക്കുകയാണ്. എന്ത് പറയണം? രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെല്ലുകളെ ഉണ്ടാകൂ. അത് ഏതൊക്കെയാണ്? എസും പി ആണ്. അതുകൊണ്ട് പി അവിടെ ഉണ്ടാവില്ല. Then what about 3P? Is it possible? 3P ഉണ്ടാവും പറ്റുമോ? ആലോചിച്ച് നോക്കുക അല്ലേ? മൂന്നാമത്തെ ഷെല്ലാണ് 3 എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെല്ലുകൾ ഉണ്ടാവും? 3 ഉണ്ടാവും. എസ്, പി, ഡി ഉണ്ടാവും. അവിടെ 3P അല്ലാതിരിക്കണേ. ഓക്കെ. അപ്പോൾ 3P ഉണ്ട്. പോസിബിളാണ്. ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റത്തിൻ്റെ പുതിയൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെട്ടത്. കുറച്ചും കൂടി നന്നായിട്ട് വായിക്കുക, കുറച്ചും കൂടി നന്നായിട്ട് ചിന്തിക്കുക. ഓക്കെ. കൃത്യമായിട്ടത് പഠിച്ചു വയ്ക്കുക. ആ 2 ടേബിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.